എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൊടുങ്കാറ്റായി മാറിയ, അതോടൊപ്പം തമാശയും വിവാദവും പലരുടെയും സങ്കടവും പേടി സ്വപ്നമൊക്കെയായി മാറിയ ഒന്നാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടി അല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ വളരെ സന്തോഷത്തോടെ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മൊത്തം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭരണകൂട ഭീകരത എന്നൊക്കെ പറയത്തില്ലേ, ഭരണകൂടം വേട്ടയാടുന്നു എന്നൊക്കെ, ജസ്റ്റ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട്, അതായത് ഒരു ആക്ഷേപഹാസ്യമായിട്ട് തുടങ്ങിയ പേജാണ് ഇത്. രജിസ്റ്റേർഡ് പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെ ഒരു രീതിയിൽ ഒരു പയ്യൻ തുടങ്ങിയ പേജാണല്ലേ. എന്നാൽ ഇന്നതെവിടെ എത്തി നിൽക്കാൻ നോക്കുവാണെങ്കിൽ വളരെ ഭീകരമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീവ്രവാദികളെപ്പോലെ ഭരണകൂടം, BJP ഗവൺമെൻറ് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പയ്യൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കളഞ്ഞു. ആ പയ്യന് വധഭീഷണികൾ വരുന്നു. വധഭീഷണി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും മാത്രമായിട്ടല്ല, ഒരുത്തൻ വീഡിയോ ആയിട്ട് ഇടുകയാണ്, നിന്നെ കൊല്ലും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അസഭ്യം വിളിച്ചുകൊണ്ട്. ഇതുണ്ടാക്കിയ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്ക് ഡെത്ത് ത്രെട്ട്, ഈ ഒരു വധഭീഷണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി .in എന്നോ മറ്റോ. ആ വെബ്സൈറ്റിൽ നിന്ന് ഗവൺമെൻറ് ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അവരുടെ ട്വിറ്റർ പേജ് ഉണ്ടായിരുന്നു, ട്വിറ്റർ X ഉണ്ടല്ലോ പ്ലാറ്റ്ഫോം, ആദ്യത്തെ പേജ് കളഞ്ഞു. അങ്ങനെ അവർ രണ്ടാമത്തെ പേജ് തുടങ്ങി. ആ രണ്ടാമത്തെ പേജും ഇപ്പോൾ കളഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് 22 മില്യൺ ഫോളോവേഴ്സായി. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു സ്റ്റോറിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ആക്സസ് ഒക്കെ അവർക്കുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന പയ്യൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടല്ലോ, X അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പോസ്റ്റ് വരികയാണ്, ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്സസ് പോയി. അതായത് 22 മില്യൺ ഫോളോവറിലെ പേജിലേക്ക് നിലവിൽ അവർക്ക് ആക്സസ് ഇല്ല. ആക്സസ് ഉണ്ടായിരുന്ന എല്ലാ പേജുകളും, ഈ അഭിജിത്തിൻ്റെ മെയിൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, 400-500K ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് പോയി. മറ്റ് ചില അഡ്മിന്മാരുണ്ടായിരുന്നു, അവരുടെ അക്കൗണ്ട് പോയി, ഇവരുടെ വെബ്സൈറ്റ് പോയി, ഇവരുടെ ട്വിറ്റർ X പേജ് പോയി, അത് 2 പേജും പോയി. ഭരണകൂടം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ ശബ്ദം ഉയർത്താനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരാശയവുമായിട്ട് മുമ്പോട്ട് വന്നാൽ അതിനെ ആശയം കൊണ്ട് തന്നെ പ്രതിരോധിക്കണം. അതാണതിൻ്റെ ഗെയിം എന്നുള്ളത്. പക്ഷേ അവരെ മൊത്തം ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു 22 മില്യൺ ഫോളോവറുള്ള പേജിലേക്ക് ഇപ്പോൾ ആക്സസ് ഇല്ല. ചിന്തിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ വെബ്സൈറ്റ് ഡൗൺ ചെയ്തു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ പലർക്കും അടിച്ചു കളയാന്നുള്ള അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ വെബ്സൈറ്റ് ഡൗൺ ചെയ്യുക, അത് ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട് വിചാരിക്കേണ്ട ഒന്നാണ്. മാത്രമല്ല ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് രാജ്യവിരുദ്ധ ശക്തികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കാണിച്ചാണ് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഇത് വലിയ പോപ്പുലാരിറ്റി നേടിയത്, A to Z കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് വരണമെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക, കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതത്തിന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകൾ തങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നവരും മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുകയാണ്. എവിടെ തുടങ്ങണം, നഷ്ടം വരുമോ എന്നൊക്കെയുള്ള പേടിയാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വുൾഫ് എന്നൊരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര സെബി രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ആപ്പുകളിൽ ഒന്നാണിത്. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റിംഗ് ജേർണി തുടങ്ങാം. വാർഷിക മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ചാർജുകളോ ഇവിടെ ഇല്ല. ഇത് ഉപയോഗിക്കുന്നത് എത്ര സിമ്പിളാണ് നമുക്ക് നോക്കാം. മറ്റൊരാളുടെ വീഡിയോ ആണിത്. ഉപയോഗിച്ച് ഇതിനകം തന്നെ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ ഉണ്ടല്ലേ, മാർക്കറ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ലാഭകരമാകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള റിയൽ ടൈം ട്രേഡുകൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും. അദ്ദേഹം ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻസ്ട്രുമെന്റ് ചാർട്ടും ട്രേഡ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് പ്ലേസ് ചെയ്തോ, അത്രയേ ഉള്ളൂ, ട്രേഡിംഗ് തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ട്രേഡ് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാം. വളരെ ചെറിയൊരു തുകയിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഇതിലൊരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഉണ്ട്. ലൈവ് ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സ്റ്റോപ്പ് ട്രേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നോക്കൂ, വെറും 3 ടാപ്പുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് 1476 രൂപ ലാഭം ബുക്ക് ചെയ്തു. മാർക്കറ്റ് വുൾഫ് സൗജന്യ ട്രേഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഈ റെക്കമെൻഡേഷനുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത യൂസേഴ്സ് തുടർച്ചയായിട്ട് 3 മാസങ്ങളിൽ മികച്ച ലാഭമാണ് ഉണ്ടാക്കിയത്. 1-ാം മാസത്തിൽ 57,170 രൂപ, 2-ാം മാസത്തിൽ 70,468 രൂപ, 3-ാം മാസത്തിൽ 59,696 രൂപ എന്നിങ്ങനെയാണ് യൂസേഴ്സ് പ്രോഫിറ്റ് നേടിയത്. ഏറ്റവും മികച്ച കാര്യം എന്തെന്നാൽ ഈ റെക്കമെൻഡേഷനുകൾക്ക് മാർക്കറ്റ് വുൾഫ് 1 രൂപ പോലും കമ്മീഷൻ ഈടാക്കുന്നില്ല. ഈ ലാഭം മുഴുവൻ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇന്ത്യയിലുടനീളം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വുൾഫ് ഉപയോഗിക്കാൻ ഏറ്റവും ലളിതവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ആപ്പാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റ് വുൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ എല്ലാം ആരംഭം എവിടെ നിന്നാണ് നോക്കുവാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നാണ്. അവിടെ ഒരു കേസിന്റെ വിചാരണയും കാര്യങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, CJI, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യായാധിപനല്ലേ, അപ്പോൾ അദ്ദേഹം ആ ഹിയറിങ്ങിന് ഇരിപ്പുണ്ട്. ആ കേസ് എന്തിനെ പറ്റിയാന്ന് നോക്കുകയാണെങ്കിൽ ഈ വ്യാജ ഡിഗ്രി, അതുപോലെ തന്നെ ഈ വ്യാജ ഡിഗ്രി വെച്ചിട്ട് ഈ നിയമാനുസൃതമല്ലാത്ത പ്രൊമോഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ വ്യാജ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ആൾക്കാർ അപ്ലൈ ചെയ്തു പ്രൊമോഷന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് നമ്മളുടെ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതായിരുന്നു കേസ്. അപ്പോൾ ഈ കേസിൻ്റെ ഇടയിൽ ഈ CJI ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുപ്രീം കോടതി ന്യായാധിപനായിട്ടുള്ള സൂര്യകാന്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇന്നൊരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർ പണിയില്ലാതെ നടക്കുകയാണ്, പണിയില്ലാതെ മൊത്തം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലൊരു പ്രശ്നേഷായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നമുക്ക് പലയിടത്ത് കാണാം, ഇവർ പാറ്റകളെ പോലെയാണ്. ഇവരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം RTI ആക്ടിവിസ്റ്റായിട്ട്. RTI എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശം കൊടുക്കത്തില്ലേ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചുമ്മാ വിവരാവകാശം കൊടുക്കുമല്ലോ, അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കളിയാക്കുകയാണ്. അവരിങ്ങനെ വിവരാവകാശം കൊടുക്കുന്നവരായിട്ട് കാണാം, പിന്നെ എല്ലാവരെയും ആക്രമിക്കുന്നവരായിട്ട്, അതായത് എല്ലായിടത്തും ഒരു സാമൂഹ്യ വിരുദ്ധത അല്ലെങ്കിൽ ഒരു പൊതുശല്യം, അതാണ് കറക്റ്റ് വാക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പാറ്റകളെ പോലുള്ള ചെറുപ്പക്കാരെ കാണാമെന്നൊരു പ്രയോഗം നടത്തുകയാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫൂട്ടേജൊക്കെ അവിടുന്ന് ലൈവ് റെക്കോർഡിംഗ് ആണല്ലോ. ഈ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് നാൾക്ക് ശേഷമാണ്. അങ്ങനെ പുറത്ത് വന്നപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രധാനമായിട്ടും ട്വിറ്റർ X ഉണ്ടല്ലോ, പണ്ട് ട്വിറ്റർ എന്നായിരുന്നു പേര്, പിന്നീട് എലോൺ മസ്ക് മേടിച്ചപ്പോൾ X എന്നാക്കി മാറ്റി. എന്തായാലും അതിൻ്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ ചെറുപ്പക്കാർ പാറ്റകളെ പോലെയാണോ, എന്താണ് ഇദ്ദേഹം നമ്മളെ ഇങ്ങനെ അധിക്ഷേപിച്ചത്? ഒരുപാട് ജോലിയില്ലാത്തവരുണ്ടാകും, അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ടിവിസ്റ്റ് ആകുന്നതിന് എന്താണ് പ്രശ്നം? ഒരു RTI ആക്ടിവിസ്റ്റ് ആകുന്നതിന് എന്താണ് പ്രശ്നം? ഇതൊക്കെ ജനങ്ങളുടെ അവകാശമല്ലേ? ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരാൾ, രാജ്യത്തെ നിയമവും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കാനും ബാധ്യസ്ഥനായിട്ടുള്ളൊരു വ്യക്തി. അതായത് ഏത് കോടതിയിൽ നമുക്ക് നിയമം ലഭിച്ചില്ല, നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പോകേണ്ടത് എവിടെയാണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പാകെയാണല്ലേ, അവിടെയായിരിക്കും നമ്മളുടെ ഫൈനൽ വാദം നടക്കുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ചെറുപ്പക്കാർ, ജോലിയില്ലാത്ത ചെറുപ്പക്കാർ. അവർ സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, ഇറ്റ്സ് ദെയർ ചോയ്സ്, വിവരാവകാശ പ്രവർത്തകനായിക്കോട്ടെ, ഇറ്റ്സ് ദെയർ ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറി ചിന്തിക്കുന്ന വ്യക്തികളാണല്ലോ, വലിയ രീതിയിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോഴാണ് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്, അമേരിക്കയിലെ ബോസ്റ്റണിലാണുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മളെല്ലാ കോക്രോച്ചസും കൂടിയിട്ട്, നമ്മളെല്ലാ പാറ്റകളും കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടിയാലോ, നമ്മളൊന്ന് ഒരുമിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തെ തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ഒരു സർക്കാസ്റ്റിക് ആണ്, അതായത് ആക്ഷേപഹാസ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അങ്ങനെ. അതായത് ഈ ചീഫ് ജസ്റ്റിസ് ചെറുപ്പക്കാരെ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരെയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ, പാറ്റകളെന്ന് മാത്രമായിരുന്നില്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പരാന്നഭോജികൾ, മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ താമസിച്ച് ആ ജീവിയുടെ ചോരയും നീരൊക്കെ ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ജീവികളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്കും അവരുടെ കൂടെ കൂടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെയാണ് ഈ പാറ്റകളെന്നും പരാന്നഭോജികൾ, പാരസൈറ്റ്സ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വലിയ വിവാദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി CJP എന്ന് പറയുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ട് ആദ്യം തുടങ്ങുകയാണ്. Xൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയ തരംഗമാകുകയാണ്. അങ്ങനെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്നറിയപ്പെടുന്ന ഏത് പാർട്ടിയാണ്? BJP ആണല്ലേ, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവർക്ക് ആ ഒരു ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് 8.8 മില്യൺ ഫോളോവേഴ്സ് ആയിരുന്നു. ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് CJPയുടെ, ഈ പാറ്റാ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി 5 ദിവസങ്ങൾക്കകം ഈ 8.8 എന്നുള്ള ഇത് മറികടക്കുകയാണ്. അങ്ങനെ എന്തായാലും നിലവിൽ 22 മില്യൺ ഫോളോവർ ആയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ട്വിറ്ററിലാണല്ലോ, Xലാണല്ലോ ആദ്യ അക്കൗണ്ട് തുടങ്ങിയത്. ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഇടപെടുകയാണ്. ഇത് തുടങ്ങിയത് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ്, ഇത് പാർട്ടിയോടുള്ള ഇതായിട്ടല്ല തുടങ്ങിയത്. ഇപ്പോൾ BJPയുടെ ഏതെങ്കിലും പ്രവർത്തകർ പറഞ്ഞിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തുടങ്ങിയത്, മറിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെതിരെയാണ് ഒരു ആക്ഷേപഹാസ്യ രൂപേണ തുടങ്ങിയിട്ടുണ്ടായിരുന്നതല്ലേ. പക്ഷേ ഇവർ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ, ഇവരുടെ ഐഡിയോളജീസ് എല്ലാം തന്നെ നോക്കുമ്പോൾ BJPക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. അങ്ങനെ BJP ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തുകയാണ്. അങ്ങനെ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് തേടുകയാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, അല്ലെങ്കിൽ ഇവർ മൊത്തം പ്രശ്നക്കാരാണ്, രാജ്യത്ത് പ്രശ്നം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് ഇവരുടെ X അക്കൗണ്ട് ഉണ്ടല്ലോ, ആദ്യം തുടങ്ങിയ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ടേക്ക് ഡൗൺ ചെയ്യുകയാണ്, അതായത് അത് നശിപ്പിച്ച് കളയുകയാണ്. അവർ വീണ്ടും Xൽ അക്കൗണ്ട് തുടങ്ങുകയാണ്. നിലവിൽ അതും പോയിട്ടുണ്ട്. കോക്രോച്ചസ് ആർ ബാക്ക് എന്നും പറഞ്ഞുള്ള പേജായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജ് മാത്രമാണ് നിലവിൽ ആക്റ്റീവായിട്ടുള്ളത്. പക്ഷേ അതിലേക്കുള്ള എല്ലാ ആക്സസും അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോൾ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അതോടൊപ്പം അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാപ്ടോപ്പിൽ ലോഡ് ചെയ്ത് നേരത്തെ വച്ചുകൊണ്ട് അതിപ്പോൾ കിട്ടുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ രസകരമാണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു പാറ്റ, കോക്രോച്ച് ആണല്ലോ, ഇമേജാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാറ്റ പ്രസംഗിക്കുന്ന ഇതും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇവരുടെ മാനിഫെസ്റ്റോ ആയിട്ട് ഇവരുടെ ഡിമാൻഡ്സ് എന്താണ്, ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ ദ മാനിഫെസ്റ്റോ, റീഡ് ഇറ്റ് വൺസ്, റീഡ് ഇറ്റ് ട്വൈസ്, ഒരു തവണ വായിക്കുക, 2 തവണ വായിക്കുക, ദെൻ സെൻഡ് ഇറ്റ് ടു സമൺ ഹു നീഡ്സ് ടു റീഡ് ഇറ്റ്. ഇത് വായിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഇഫ് CJP കംസ് ഇൻ പവർ, നോ ചീഫ് ജസ്റ്റിസ് ഷാൽ ബി ഗ്രാൻഡഡ് എ രാജ്യസഭ സീറ്റ് ആസ് എ പോസ്റ്റ് റിട്ടയർമെന്റ് റിവാർഡ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് അല്ലേ, അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്ത ശേഷം നേരെ എങ്ങോട്ടാണ് പോകുന്നത്? രാജ്യസഭയിൽ MP ആകാൻ പോവുകയാണ്. അത് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ റോങ് മെസ്സേജ് ആണെന്നുള്ളതാണ് ഇവരുടെ വാദം. കാരണം ഒരു ന്യായാധിപൻ ഒരിക്കലും രാഷ്ട്രീയ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുമ്പോഴും ആ ഒരു ചായ്വ് കാണില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ രാജ്യത്തുടനീളം നടന്നിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ റിട്ടയർഡ് DGPമാർ നേരെ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനും കാര്യങ്ങളൊക്കെ പോവാണ്. വളരെ കോമൺ ആയിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഇവർ ചോദ്യം ചെയ്യുന്നത്. 2, ഇഫ് എനി ലെജിറ്റ് വോട്ട് ഈസ് ഡിലീറ്റഡ് വെദർ ഇൻ എ CJP ഓർ ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്, ദ CEC ഷാൽ ബി arrested under UAPA as taking away voting rights of citizens is no less than terrorism. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലടക്കം കേരളത്തിലടക്കം കാണുന്നൊരു കാര്യമാണ്, വോട്ടർ പട്ടിക വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന് വോട്ടില്ല. അതായത് ആരോ അദ്ദേഹം മരിച്ചു എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ ഇല്ലാതെ പോയിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് കാര്യം തിരക്കിയപ്പോൾ താങ്കൾ മരണപ്പെട്ടു എന്നും പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് വോട്ടവകാശമുള്ള ഒരു വോട്ടറിൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണല്ലേ. അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ഭരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് CEC, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ഏത് വകുപ്പിൽ? UAP, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഞങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷണറെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് പൗരൻ്റെ വോട്ടവകാശം എടുത്ത് കളയുന്നത്, അതായത് വോട്ടവകാശമുള്ള ഒരു പൗരൻ്റെ വോട്ടെടുത്ത് കളയുന്നത് തീവ്രവാദത്തെക്കാളും ചെറിയ സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണറെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. 3, വുമൺ ഷാൽ റിസീവ് 50% റിസർവേഷൻ, not 33, without increasing the strength of parliament. Additionally, 50% of all cabinet positions shall be reserved for women. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ BJP ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു, സ്ത്രീകളുടെ സീറ്റൊക്കെ ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, പക്ഷേ അതിന് ഡീലിമിറ്റേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ ഒരു ബില്ലൊക്കെ തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണല്ലേ. 3 പ്രധാനപ്പെട്ട ബില്ലുകൾ മുമ്പോട്ട് വെച്ചത് 3 തള്ളിപ്പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കും, 50% റിസർവേഷൻ കൊടുക്കും, പക്ഷേ സ്ട്രെങ്ത് കൂട്ടേണ്ട കാര്യമില്ല, ഡീലിമിറ്റേഷൻ എന്നും പറഞ്ഞിട്ട് നാടകം കളിക്കത്തൊന്നുമില്ല. ഇതൊക്കെ കൃത്യമായിട്ട് BJP ഗവൺമെൻറ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. 4മത്തത് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓൾ മീഡിയ ഹൗസസ് ഓൺഡ് ബൈ അംബാനി ആൻഡ് അദാനി ഷാൽ ഹാവ് ദെയർ ലൈസൻസ് ക്യാൻസൽഡ് ടു മേക്ക് വേ ഫോർ ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയ. ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ഗോദി മീഡിയ ആങ്കേഴ്സ് ഷാൽ ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അതായത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ന്യൂസ് ചാനൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ മറ്റ് മീഡിയാസൊക്കെ പോട്ടെ, ഇപ്പോൾ സ്പോർട്സ് ചാനലോ കാര്യങ്ങളൊക്കെ പോട്ടെ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ന്യൂസ് ചാനൽസ്. നമുക്ക് വാർത്ത അറിയണം, അത് ബയാസ്ഡ് ആകാത്ത, അതായത് ഒരു പക്ഷം പിടിക്കാത്ത വാർത്തയാണ് നമുക്ക് കിട്ടേണ്ടതല്ലേ. പക്ഷേ അംബാനി അദാനിയൊക്കെ ഓൺ ചെയ്യുന്ന ചാനൽസ് അവരുടെ പക്ഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയത്തുള്ളൂ. ഒരു ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അംബാനിക്കും അദാനിക്കുമുള്ള എല്ലാ മീഡിയ ലൈസൻസുകളും ക്യാൻസൽ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ അദാനിക്കുണ്ടോയെന്ന് അറിയത്തില്ല, അംബാനിക്ക് ഒരുപാട് ന്യൂസ് ചാനൽസിൽ അടക്കം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനൽസിൽ വരെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഗോദി മീഡിയ ആങ്കേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണമെന്നും പറയുന്നുണ്ട്. അതായത് ഈ അർണബ് ഗോസ്വാമിയെ പോലുള്ളവരെയൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 5മത്തെ കാര്യം പറയുവാണെങ്കിൽ, എനി MLA or MP ഹു ഡിഫെക്ട്സ് ഫ്രം വൺ പാർട്ടി ടു അനദർ ഷാൽ ബി ബാർഡ് ഫ്രം കോണ്ടസ്റ്റിംഗ് ഇലക്ഷൻസ് ആൻഡ് ഫ്രം ഹോൾഡിംഗ് എനി പബ്ലിക് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 20 years. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കൂറുമാറ്റമല്ലേ. അത് പലപ്പോഴും റിസോർട്ട് രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണ് കണ്ടത്? തമിഴ്നാട്ടിലാണ്. അവിടെ CPIM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, VCK തുടങ്ങിയ പ്രധാനപ്പെട്ട പാർട്ടികൾ ഇത്രയും കാലം അവരെ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അവർ കൂടെ നിന്നത് DMKയ്ക്കൊപ്പമായിരുന്നല്ലേ. അവർ ഒരു സുപ്രഭാതത്തിൽ, കോൺഗ്രസിനൊക്കെ ആണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്, ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് നേരെ മറുകണ്ഠം ചാടി വിജയ്ക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല റിസോർട്ട് രാഷ്ട്രീയം, റിസോർട്ട് കുതിരക്കച്ചവടം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും ആ റിസോർട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് കൃത്യമായിട്ട് കാണാമായിരുന്നല്ലേ. ഈ ഒരു കോൺഗ്രസിൻ്റെ
MLA-മാരെ കർണാടകയിലെ റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ഈ റിസോർട്ടുകൾ ഭയങ്കരമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ കൂറുമാറലുണ്ടല്ലോ അതൊരു പ്രശ്നമായിട്ട്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തന്നെ ഒരു കൂറുമാറൽ നിയമം നിലനിൽപ്പുണ്ട്. ഒരു ചിഹ്നത്തിൽ മത്സരിച്ചൊരു വ്യക്തിക്ക് മറ്റേ ചിഹ്നത്തിൻ്റെ കൂടെ ആ പാർട്ടിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ഈ ചെറിയ ചെറിയ പാർട്ടികളെ തൻ്റെ ചിഹ്നത്തിൽ, അതായത് ഉദയസൂര്യനുണ്ടല്ലോ DMK-യുടെ, അതിലായിരുന്നു മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചവർക്ക് വേറൊരാളെ പിന്തുണയ്ക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്നത് ഞങ്ങൾ തടയും. അവർക്ക് ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തും. 20 വർഷത്തോളം ഒരു ഓഫീസും ഗവൺമെൻറ് ഓഫീസും അവർക്ക് അതിലൊന്നും അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, തീർച്ചയായിട്ടും. ഇനി ആർക്കാണ് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി, യോഗ്യതയുള്ളത്? എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ യോഗ്യതയായിട്ട് അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്ത ഒരാളായിരിക്കണം. അതായത് തൊഴിൽ രഹിതനായിരിക്കണം നിങ്ങൾ. ബൈ ഫോഴ്സ്, ബൈ ചോയ്സ് ഓർ ബൈ പ്രിൻസിപ്പൾ വി ഡോണ്ട് ആസ്ക്. അതായത് നിർബന്ധിച്ച് നിങ്ങളെ ജോലിക്ക് വിടാത്തതാകാം, നിങ്ങൾ സ്വന്തമായിട്ട് പോകാത്തതാകാം, നിങ്ങളുടെ ഐഡിയോളജി പ്രകാരം പോകാത്തതാകാം, എന്തോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ ചോദിക്കത്തില്ല. രണ്ടാമത്തത് ലേസി, മടിയനായിരിക്കണം. ഫിസിക്കലി ഓൺലി ദ ബ്രെയിൻ മേ കണ്ടിന്യൂ ടു സ്പൈറൽ. അതായത് ശാരീരികമായിട്ട് മൊത്തം മടിയനായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിച്ചോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ മടിയനായിരിക്കണം. മൂന്നാമത്തത് ക്രോണിക്കലി ഓൺലൈൻ, മിനിമം 11 hours എ ഡേ ഇൻക്ലൂഡിങ് ബാത്റൂം ബ്രേക്സ്. അതായത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയാകണം. ഒരു മിനിമം 11 മണിക്കൂറെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രം ഇതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന കാര്യമാണ്. നാലാമത്തത് ക്യാൻ റാൻഡ് പ്രൊഫഷണലി ആസ് ലോങ് ആസ് ദ കണ്ടന്റ് ഈസ് ഷാർപ്പ്, ഹോണസ്റ്റ് ആൻഡ് പോയിന്റ്സ് അറ്റ് സംതിങ് ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. അതായത് ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കാൻ പറ്റുന്ന വ്യക്തി, നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കുമല്ലോ, അതാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ പറയാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾ പറയുന്നതിൽ കറക്റ്റാണെങ്കിൽ, അതിൻ്റെ അകത്ത് സത്യസന്ധവും ഷാർപ്പും ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതെന്തായാലും ഇതിൻ്റെ അകത്ത് വേണം. നിങ്ങൾക്കങ്ങനെ സംസാരിക്കാൻ എന്തുണ്ടെങ്കിലും ഒരു പ്രശ്നേഷാകണം. നിങ്ങൾ എല്ലാത്തിനും റിബലായിട്ട്, അത് റിബൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ, അവർ കൃത്യമായിട്ട് അടിയിൽ പറയുന്നു ആസ് ലോങ് ആസ് ദ കണ്ടന്റ് ഈസ് ഷാർപ്പ് ആൻഡ് ഹോണസ്റ്റ് ആൻഡ് ദ പോയിന്റ്സ് അറ്റ് സംതിങ് ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. ഈ ഒരു കണ്ടീഷൻ കൂടെ അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇത്രയും കണ്ടീഷൻസാണ് എന്തായാലും അവർ പറയുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ യോഗ്യനാണോ, നിങ്ങൾ വേലയില്ലാതിരിക്കുന്ന ഒരാളാണോ, വേലയില്ലാ പട്ടധാരിയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതാണ് എലിജിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു അവരുടെ വെബ്സൈറ്റ് കേട്ടോ, മനോഹരമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരുന്നു. ആ വെബ്സൈറ്റ് ഇപ്പോൾ ഗവൺമെൻറ് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നാണ്. അതായത് ജോലിയില്ലാത്തവൻ്റെയും മടിയന്മാരുടെയും ശബ്ദം എന്നുള്ള ആ ഒരു ടാഗ് ലൈനാണ് പാർട്ടിക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് ജോയിൻ ദ പാർട്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്, അവിടെ ഒരു ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഭിജിത്ത് ദീപ്കെ ഉണ്ടല്ലോ തുടങ്ങിയ വ്യക്തി പറയുന്നത് ലക്ഷക്കണക്കിന് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ഗൂഗിൾ ഫോം ഫില്ലിങ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി അഭിജിത്ത് ദീപ്കെ ആരോ നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയൊന്നുമല്ല, മറിച്ച് ആം ആദ്മി പാർട്ടി ഉണ്ടല്ലോ, ആം ആദ്മി പാർട്ടിയുടെ PR ആയിട്ട് അവരുടെ മീഡിയ വിങ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളുടെ സൈബർ സഖാക്കൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ മീഡിയ വിങ്ങായിട്ട് പ്രവർത്തിച്ച അതിൻ്റെ ഒരു ഹെഡായിരുന്നു ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം, സോഷ്യൽ മീഡിയ അറിയാം, ട്രെൻഡും അറിയാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പാർട്ടികളുടെ പേജിൽ പുതിയ ട്രെൻഡ്, ന്യൂജൻ ട്രെൻഡൊക്കെ ഇങ്ങനെ ഇടില്ല. തീർച്ചയായിട്ടും പാർട്ടി കാലത്തിനൊത്ത് അങ്ങനത്തെ ട്രെൻഡൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ അപ്ഡേറ്റഡ് ആയി പോകും. സോഷ്യൽ മീഡിയ ആണ് പുതുതലമുറ ഏജൻസി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം കേട്ടോ എല്ലാവരും, എല്ലാ പാർട്ടികളും. എന്തായാലും ആ ഒരു സാധനത്തിലൊക്കെ ഈ അഭിജിത്ത് ദീപ്കെ വളരെ മിടുക്കനായിരുന്നു, ആം ആദ്മി പാർട്ടിയെ വേറൊരു ലെവലായിട്ട് ചിത്രീകരിക്കുന്നതിലൊക്കെ. എന്തായാലും അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ഡിഗ്രി ഉള്ള വ്യക്തിയാണ്. പിന്നീട് ബോസ്റ്റണിൽ പോയിട്ട് അവിടുന്ന് ഒരു ഡിഗ്രി എടുക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അമേരിക്കയിലാണുള്ളത്. അമേരിക്ക എന്നാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ വെബ്സൈറ്റ് പോയത് എനിക്ക് വളരെ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തിനാണ് ചെയ്തത്? ഒരു സിമ്പിൾ വെബ്സൈറ്റ്, ഒരു സർക്കാസമല്ലേ, ഒരു ആക്ഷേപഹാസ്യമല്ലേ? എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് BJP ഗവൺമെൻറ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് രാജ്യവിരുദ്ധ ശക്തികളെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്നത് അതെന്ത്? കുറച്ച് ഓൺലൈൻ ട്രെൻഡുകൾ അങ്ങനെയാണ്. ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനിങ്ങനെ വൈറലാക്കിയിട്ട് നമ്മൾ ഫോളോവേഴ്സ് കയറ്റി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലൊരു ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനുള്ള വ്യക്തിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓരോ മിനിറ്റ് കൂടുന്തോറും ഇങ്ങനെ പോവുകയാണ്. പിന്നീട് അതൊരുപാട് റീപോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു, കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടി, കൂടുതൽ അതിങ്ങനെ വൈറലായിട്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പൈസ കൊടുത്ത് വേണം ചെയ്യാൻ, ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട. അതുകൊണ്ട് ഫോളോവേഴ്സ് ചുമ്മാ അതൊരു ട്രെൻഡ്. ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ട്രെൻഡുകളാണ്, അതൊക്കെ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇല്ലാതെ പോകും. ഇതിന് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് നിങ്ങൾ? ഇത് ശരിക്കും പറഞ്ഞാൽ ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ആ ചെറുപ്പക്കാരന് വധഭീഷണി വരികയാണ്. ഈ അഭിജിത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 500K എടുത്തുകൊണ്ട്
ഉണ്ടായിരുന്നു, അത് ഹാക്ക് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യപ്പെടുകയാണ്. അത് പോയി. ഈ 22 മില്യൺ പേജ് ഉണ്ടായിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടല്ലോ, ആ പേജ് അവിടെയുണ്ട്. പക്ഷേ അതിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു റിയൽ പ്രൊഫൈലിലൂടെയല്ലേ ചെയ്യുന്നത്. ആ ഒരു അഡ്മിന്മാരുടെ എല്ലാം അക്കൗണ്ട് പോയി, ആക്സസ് പോയി, വെബ്സൈറ്റ് പോയി, എക്സ് അക്കൗണ്ട് പോയി. എന്താണിത്? ഒരാളിങ്ങനെ തീവ്രവാദികളെ പോലെയൊക്കെ വേട്ടയാടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ BJP ഗവൺമെൻറ് ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഇങ്ങനെ നിരോധിച്ചാൽ അത് ചെറുപ്പക്കാർക്കിടയിൽ കൂടുതൽ ഫയർ ഉണ്ടാക്കത്തേ ഉള്ളൂ. നിങ്ങൾ നിലവിലുള്ള ഫയർ, ആ ഒരു തീയാണല്ലോ പേടിക്കുന്നത്. പക്ഷേ ആ തീയാണിപ്പോൾ ഒരു കാട്ടുതീയായി മാറിയിരിക്കുന്നത്. ഒരു ചെറിയ കാറ്റിപ്പോൾ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. അത് മണ്ടത്തരമല്ലേ കാണിക്കുന്നത്? അപ്പോൾ ഭരണകൂട ഭീകരത അഴിച്ചുവിടാതിരിക്കുക, ജനാധിപത്യ രാജ്യമാണെന്ന് മറക്കാതിരിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമമാണ്, ഭരണഘടനയാണ്. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിയമം തെറ്റിക്കാതെ നമുക്ക് എന്തും ചെയ്യാം. അത് എനിക്കാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും പ്രധാനമന്ത്രിക്കാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് സീരിയസ്ലി തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ അഭിജിത്ത് ഇപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. മറിച്ച് അദ്ദേഹം ഇന്ത്യയിൽ എവിടെയെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ ആക്രമിക്കപ്പെട്ടേനെ. ഉറപ്പായിട്ടും അദ്ദേഹം ക്രൂരമായിട്ട് ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേനെ, കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ട് വീഡിയോസ് അടക്കം വിടുന്നുണ്ട് കേട്ടോ. അല്ല ജസ്റ്റ് ഒരു റാൻഡം ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കമൻറ്റോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. ആശയങ്ങൾ കൊണ്ട് തന്നെ നേരിടണം. മറിച്ച് അസഭ്യം കൊണ്ടോ ആക്രമണം കൊണ്ടോ ഒക്കെ നേരിടാൻ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾ അവിടെ തോറ്റു. നിങ്ങൾ ആശയപരമായിട്ട് നിങ്ങൾ തോറ്റു. നിങ്ങൾക്ക് പിന്നെ ഈ രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ട് ആർക്കും ആരെയും വിമർശിക്കാം. ഈ കണ്ടീഷനൊക്കെ നോക്കിയാൽ മതി. നിയമപരമായിരിക്കണം, ആരോഗ്യപരമായിരിക്കണം, ഇതൊക്കെ മാത്രം നോക്കിയാൽ മതി. നിയമപരമാണെങ്കിൽ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെയെങ്കിൽ അത് കേൾക്കുക, നിങ്ങൾക്കത് ഉൾക്കൊള്ളാം, അത് തിരുത്താം, അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാം. ആശയപരമായിട്ട് തന്നെ പ്രതിരോധിക്കാം, ആശയപരമായിട്ട് നിങ്ങൾക്കും തിരിച്ച് വിമർശിക്കാം. ഇതുപോലെ തന്നെ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട്. ഇങ്ങനെയാണ് അത് ചർച്ചകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ മറിച്ച് ഒരുത്തനെ ഞാൻ കൊന്നുകളയും, നീ അങ്ങനെ പറഞ്ഞാൽ നിന്നെ തീർക്കും എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഭീരുക്കൾക്ക് ചേർന്ന പണിയാണ്. നട്ടലിൻ്റെ സ്ഥാനത്ത് ഈ വാഴയുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന പണിയാണ്. ഒരാൾ ആശയപരമായിട്ട് എതിർത്ത് ഉടനെ കുറേ തെറി വിളിക്കുക, അസഭ്യം പറയുക, അവനെ തല്ലണം കൊല്ലണം എന്നും പറയുക. അത് ചെയ്യുക. നോ, നമുക്ക് അതിനുള്ള റൈറ്റ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ഫിസിക്കലി ഒരാളെ ചെയ്യാൻ പറ്റുക? സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമല്ല, പ്രൈവറ്റ് ഡിഫെൻസ്. അത് അങ്ങനെ ഒരു അവകാശം നമുക്കുണ്ട്, നിയമത്തിൽ പറയുന്നുണ്ട്. ഒരാൾ നമ്മളെയോ നമ്മളുടെ കൂടെയുള്ളവനെയോ അയാളുടെ എൻ്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കും അതേ ലെവലിൽ തന്നെ, അതേ തോതിൽ തന്നെ നമുക്ക് പ്രത്യാക്രമണം നടത്താം, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സോഷ്യൽ മീഡിയ ആക്ടിവിസം നല്ലതാണോ മോശമാണോ എന്നൊക്കെ ചോദിച്ചാൽ രണ്ട് വശമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് പല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഇപ്പോൾ CJP എന്ന് പറഞ്ഞ സാധനത്തെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ മറിച്ച് അങ്ങനെ എന്ത് ആയിക്കൊള്ളട്ടെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, മറിച്ച് അതിനെതിരെ ഒരു ഭരണകൂട ഭീകരത കാണിക്കുകയാണെങ്കിൽ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നമ്മൾ ശക്തമായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇവർക്കൊപ്പം നിലയുറപ്പിക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ ഗെയിം എന്നുള്ളത്. അങ്ങനെയാണ് ഒരുപാട് ചെറുപ്പക്കാരിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. BJP വക്താക്കളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇവരുടെ ലക്ഷ്യം, CJPയുടെ ലക്ഷ്യം അരാജകത്വം ഉണ്ടാക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പടച്ചുവിടുകയാണ്, മൊത്തം ഒരു കലാപത്തിലേക്കാണ് ഇവർ നയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നത്തിങ്, ഒന്നുമില്ല, ഒരു സാധനമില്ല അതിൻ്റെ അകത്ത്. ചുമ്മാ ഇങ്ങനെ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാറ്റായിട്ട് തുടങ്ങിയത് ഇപ്പോൾ വലിയ കൊടുങ്കാറ്റായില്ലേ. നിങ്ങളൊക്കെ മണ്ടന്മാരാണ് സത്യം പറഞ്ഞാൽ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു CJPയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ അഭിജിത്ത് ദീപ്ക്ക് ഇപ്പോൾ സേഫാണ്, തീർച്ചയായിട്ടും അദ്ദേഹം അവിടെയാണ്, അമേരിക്കയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. iOS ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലായിട്ട് മാർക്കറ്റ് വുൾഫിന് 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. നിങ്ങളുടെ ട്രേഡിംഗ് ജേണി ഇന്ന് തന്നെ ആരംഭിക്കൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.